കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. നമുക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു തിരുവചനമാണ് നമ്മൾ വായിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മളെക്കുറിച്ച് കർത്താവ് പറയാണ്, ആ യേശുവിൽ വിശ്വസിക്കുന്ന, തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ. പ്രിയമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ചിലർ രക്ഷിക്കപ്പെടണമെന്നല്ല, ആരെങ്കിലും ചിലർ നന്നാകണം എന്നല്ല, ആരെങ്കിലും ചിലർ അനുഗ്രഹിക്കപ്പെടണം എന്നല്ല കർത്താവിൻ്റെ ആഗ്രഹം. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാവരും, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ ലോകത്തിലേക്ക് അയച്ചത്, കാൽവരി കുരിശിൽ കർത്താവിനെ വിട്ടുകൊടുത്തത് എന്നെ സ്നേഹിച്ചിട്ടാണ്, നിങ്ങളെ കർത്താവ് സ്നേഹിച്ചിട്ടാണ്. എന്തിനാണെന്നറിയാവോ? ഞാനും നിങ്ങൾ നശിച്ചു പോകരുത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. പ്രിയമുള്ളവർ, ഞാൻ നിങ്ങളോട് പറയാം, ആ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നെങ്കിലും നിങ്ങൾ നശിച്ചു പോകുകയില്ല. കാരണം യേശു കർത്താവ് പറഞ്ഞു, പിതാവായ കർത്താവ് പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകുകയില്ല. യേശു കർത്താവിൽ വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും നാശമില്ല, നശിച്ചു പോകുകയില്ല. ചിലപ്പോൾ നമുക്ക് നശിച്ചു പോയെന്ന് തോന്നിയേക്കാം, നമ്മൾ നശിച്ചു പോകാൻ തോന്നിയേക്കാം, നാശത്തിലേക്കാൻ തോന്നിയേക്കാം. പ്രിയമുള്ളവരെ, തോന്നൽ മാത്രമേ ഉള്ളൂ, സംഭവിക്കുകയില്ല. കാര്യം കർത്താവ് പറഞ്ഞു, തിരുവചനം പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകുകയില്ല. ഒരു കാരണവശാലും നമ്മൾ നശിച്ചു പോകാതെ നമ്മളെ കർത്താവ് കരുതുന്നു, നമ്മളെ കർത്താവ് സംരക്ഷിക്കുന്നു. യേശു കർത്താവിനെ പിതാവ് കാൽവരി കുരിശിലേക്ക് അയച്ചത് ഞാൻ നന്നാകാനാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെടാനാണ്, ഞാൻ നശിച്ചു പോകാതിരിക്കാനാണ്, നിങ്ങൾ ഓരോരുത്തരും നശിച്ചു പോകാതിരിക്കാനാണ്. അവിടെ നിങ്ങൾ നശിക്കുകയില്ല. നിങ്ങൾ നശിക്കുമെന്ന് ചിലപ്പോൾ ലോകം പറഞ്ഞു കാണും, നാട്ടുകാർ പറഞ്ഞു കാണും. പ്രത്യേകിച്ച് യേശുവിനെ വിശ്വസിക്കുമ്പോൾ നാട്ടുകാരെല്ലാം പറയും, അവൻ നശിച്ചു പോയെന്ന് പറഞ്ഞേക്കാം. ഞാൻ പറയാം, തിരുവചനം പറയുന്നു, യേശു വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോവുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയട്ടെ, നിങ്ങൾ നശിക്കുകയില്ല, നിങ്ങൾക്ക് നശിക്കാൻ സാധിക്കുകയില്ല. കാര്യം യേശു കർത്താവ് നമുക്ക് പകരമായി കാൽവരി കുരിശിൽ മരിച്ചു. അതുകൊണ്ട് നമ്മൾ വിടുവിക്കപ്പെട്ടു, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു. നമ്മുടെ നാശം എന്നേക്കുമായി നമ്മളെ വിട്ടുമാറിയിരിക്കുന്നു. അതുകൊണ്ട് സന്തോഷത്തോടെ ആ കർത്താവിന് വേണ്ടി ഇന്ന് പകലും ജീവിക്കാം. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങ് ഞങ്ങൾക്ക് പകരമായി മരിച്ചതുകൊണ്ട്, ഞങ്ങൾ ആ യേശു കർത്താവിൻ്റെ ബലിമരണത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇനി നശിച്ചു പോവുകയല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നശിക്കാൻ പറ്റുകയില്ല, ഞങ്ങളെക്കൊണ്ട് നശിക്കാൻ ആകുകയില്ല. യേശു കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോവുകയല്ലോ. കർത്താവെ, അവിടുത്തെ ആ സാന്നിധ്യം അനുഭവിക്കാൻ, കർത്താവെ അവിടുത്തെ കരുതൽ അനുഭവിക്കാൻ, അവിടുത്തെ ആ കർത്താവ് സ്നേഹം അനുഭവിക്കാൻ ഇന്ന് പകലും കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, നാശമില്ലാത്തൊരു നല്ല ജീവിതത്തിനായി, നല്ലൊരു ദിവസത്തിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു.